ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ ആദുവിൻ്റെ ബർത്ത്ഡേൻ്റെ മുന്നേയുള്ള ഒരു ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം അതൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ നമുക്ക് നാട്ടിലത്തെ പോലെ അങ്ങനെ എല്ലാ സാധനങ്ങളൊന്നും അവൈലബിൾ അല്ല. മെയിനായിട്ട് നമ്മൾ കേക്കിൽ ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീം, അങ്ങനത്തെ ഐറ്റംസ്, പിന്നെ കുറേയൊക്കെ ഐറ്റംസ് നാട്ടിലെ അതേപോലെ ഒന്നും കൂടുതലായിട്ടൊന്നും ഇവിടെ കിട്ടില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ആദ്യം പോകുന്നത് ഉളുവർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാർക്കറ്റിലേക്കാണ് കേട്ടോ, ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ മെയിനായിട്ട് പോകുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ വിപ്പിംഗ് ക്രീം ഇവിടെ അവൈലബിൾ ആണെന്ന് കണ്ടു. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ വിപ്പിഡ് ക്രീമേ ഉള്ളൂ, വിപ്പിംഗ് ക്രീം ഇല്ല. വിപ്പിഡ് ക്രീം ആണെന്നുണ്ടെങ്കിൽ ഷുഗറൊന്നും അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് പിന്നെ തിരിച്ചു പോന്നു, അത് വാങ്ങിയില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഡെക്കറേഷൻ ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നീട് ഞങ്ങൾ പോയതൊരു മാളിലേക്ക് ആയിരുന്നു. ഒരു മാളിൽ ഇങ്ങനെ ഒരു ഷോപ്പ് കണ്ടു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അവിടേക്ക് അങ്ങോട്ട് കയറി. അങ്ങനെ അതിനുള്ളിൽ കയറിയിട്ട് ഞങ്ങളങ്ങനെ ഓരോന്ന് വാങ്ങിക്കുകയാണ്. മെയിനായിട്ട് ബലൂൺ വാങ്ങണം, പിന്നെ ഡെക്കറേഷൻ ഐറ്റംസ് ആയിട്ടുള്ള ബർത്ത്ഡേ, പിന്നെ ക്യാപ്പ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിക്കണം. ഡ്രസ്സ് പോകുമ്പോൾ വാങ്ങിക്കണം. ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് അതിന് ശേഷമാണ് ഞങ്ങൾ ഇതിനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഷോപ്പ് അടയ്ക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ സൺഡേ ആണ് അതുൻ്റെ ബർത്ത്ഡേ. സാറ്റർഡേ പിന്നെ ഏട്ടന് വേറെ കാര്യത്തിനൊക്കെ ആയിട്ട് പോകാനുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കുകയാണെങ്കിൽ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഡിലേ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് തന്നെ ഇറങ്ങിയത്. ഫ്രൈഡേ ഈവനിങ് ആയ സമയത്താണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ എത്തി ബലൂണ് കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ബലൂണൊക്കെ അങ്ങനെ എല്ലാ കളറിലൊന്നുമില്ല കേട്ടോ, ഉണ്ട്. എന്നാലും നമ്മുടെ നാട്ടിലത്തെ പോലെ അങ്ങനെ എല്ലാ കളറായിട്ടൊന്നുമില്ല. ഈ ഒരു സെക്ഷനിലാണ് ഈ ഐറ്റംസ് മൊത്തം ഉള്ളത്, ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കുറേ തപ്പി പിടിച്ച് കുറേ നോക്കിയതിൻ്റെ ശേഷം ബലൂണും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി കിട്ടി. ഒരു പാക്കറ്റിൽ 20 എണ്ണം ഉള്ള രീതിയിൽ അങ്ങനെ ഒരു 2-3-4 പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ച ആ ഒരു തീമിൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലാതൊന്നും ഇവിടെ അവൈലബിൾ അല്ല. നമ്മൾ വിചാരിച്ച ഒരു കളർ കേട്ടോ. അങ്ങനെ ഒരു 3 കളർ എടുത്തു. ആ ഒരു കളറിൽ അങ്ങനെ ഉറപ്പിച്ചു. പിന്നെ ബർത്ത്ഡേ എഴുതിയിട്ടുണ്ടായിരുന്ന ആ ഒരു സംഭവം വാങ്ങിച്ചു. പിന്നെ അതിൻ്റെ ബാക്കിൽ ഇടുന്ന ഒരു എന്താ പറയുക, ഒരു കട്ടിങ്സ് ഉണ്ടല്ലോ, അത് വാങ്ങി. പിന്നെ ബ്ലൂ ആണ് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ബ്ലൂവിലൊന്നും തന്നെ കിട്ടിയില്ല. ഗേൾസിൻ്റെ ഐറ്റംസ് കുറേ ഉണ്ട് കേട്ടോ, ബോയ്സിൻ്റെതാണ് കിട്ടാൻ ബുദ്ധിമുട്ട്. അങ്ങനെ ഞങ്ങളിതിങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് കുറേ നോക്കി. ഇവിടെ കുറേ ടൈം പോയി കേട്ടോ, കാരണം ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷൻസായി ഉണ്ട്. പക്ഷേ കൺഫ്യൂഷൻ വരികയാണ്. പിന്നെ ആണെങ്കിൽ റേറ്റിലും വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ ഈ കാണുന്ന പോലെ ചിലതിനൊക്കെ ഭയങ്കര റേറ്റ് ഉണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ മുന്നേ തന്നെ ഞങ്ങൾ ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്തൊക്കെ വാങ്ങിക്കണം എന്നുള്ളത്. ഇനി അവിടെ എത്തിയിട്ട് മറന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഒരുവിധ സാധനങ്ങളൊക്കെ ഏകദേശം കയ്യിൽ കിട്ടി. പിന്നെ ബർത്ത്ഡേ വലിയ രീതിയിൽ ആഘോഷിക്കണമൊന്നുമില്ല. ഏട്ടൻ്റെ ഫ്രണ്ട്സ്, പിന്നെ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ അവിടുത്തെ ഓണറുടെ ഫാമിലി, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉള്ളൂ. വലിയ ഗ്രാൻഡായിട്ടൊന്നും നടത്തുന്നില്ല, ചെറിയ തോതിൽ. പിന്നെ 2 ബർത്ത്ഡേയും നാട്ടിലായിരുന്നു. അപ്പോൾ ഈ ഒരു 3ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുക എന്നുള്ള രീതിയിലാണ് ഇവിടെ അങ്ങനെ ഒരു ചെറിയ രീതിയിൽ ഒരു സെലിബ്രേഷൻ നടത്താമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഇതപ്പോൾ ക്യാപ്പ് വേണമെന്നൊക്കെ പറഞ്ഞു. വലിയ കാര്യത്തിൽ ക്യാപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ബർത്ത്ഡേക്ക് വെച്ചിട്ടില്ല. എന്തായാലും ഈ ഒരു വ്ളോഗ് ഇടുന്നത് ബർത്ത്ഡേ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഇതാ കേക്കിൻ്റെ മുകളിൽ വെക്കാനുള്ള ഇതൊക്കെ വാങ്ങിച്ചു, കാൻഡിൽസൊക്കെ വാങ്ങിച്ചു. ഇതൊക്കെ ഏത് വാങ്ങിക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ. ഇതൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. റേറ്റ് $2 കേട്ടോ ഇതിനൊക്കെ വരുന്നത്. ചിലതിന് റേറ്റ് കൂടുതലും ഉണ്ട്. നല്ല ഏകദേശം സെറ്റാക്കി എടുത്തു. പിന്നെ ഇനി കേക്ക് ഉണ്ടാക്കാനുള്ള കുറച്ച് ഐറ്റംസ് കാര്യങ്ങളൊക്കെ വാങ്ങണം. കേക്ക് നമുക്ക് ഇന്ന് അടുത്ത ഈ പറഞ്ഞ പോലെ തന്നെ നാട്ടിൽ അതേപോലെ തന്നെ ഇവിടെ ഭയങ്കര റേറ്റാണ് കേട്ടോ കേക്കിനൊക്കെ. അപ്പോൾ ഞാൻ പിന്നെ ഇവരെ ബർത്ത്ഡേക്കൊക്കെ നോർമലി അങ്ങനെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. അതിൻ്റെ ബർത്ത്ഡേക്കൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടാക്കാമെന്നുള്ള ഒരു തവണ ഞാൻ വന്നതിന് ശേഷം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഒരു സക്സസ് ആയിരുന്നു. പക്ഷേ വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു സീന് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു കൺഫ്യൂഷനും ഉള്ളായിരുന്നു. അപ്പോൾ അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ ഞങ്ങളങ്ങനെ നോക്കി അങ്ങനെ വിപ്പിംഗ് ക്രീം കിട്ടിയിട്ട് അത് ലാസ്റ്റ് ഞാൻ പറയാം അതിൻ്റെ കഥ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പം തന്നെ സമയം ഒരുപാട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡ്രസ്സ് മേടിക്കാൻ പിന്നെ പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയത് പേക്കൻസൈഡിലേക്കായിരുന്നു കേട്ടോ. ഇനി അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫുഡായിട്ട് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിന് മുന്നേ ഞങ്ങളൊരു ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടുന്ന് അതിലേക്ക് വേണ്ട അരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അതിൻ്റെ റൈസ് കിട്ടില്ല. ഇവിടെ നോർമൽ ബസ്മതി റൈസ് മാത്രമായിരിക്കും ഉണ്ടാവുക. നമുക്ക് ബസ്മതി റൈസ് ആക്കി വെക്കുമ്പോൾ അത്ര സെറ്റാവില്ല. അപ്പോൾ സെല്ല ബസ്മതി റൈസ് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് അത് ഞങ്ങൾ അവിടെ പോയിട്ട് ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പിന്നെ നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വിപ്പിംഗ് ക്രീമിൻ്റെ കേസ്. അങ്ങനെ നമ്മളിവിടെ പേക്കൻസേവിൽ ഇവിടുത്തെ ഈ ഒരു ബേക്കറി സെക്ഷനിൽ ചോദിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞത് ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. ആദ്യം നമ്മളുടെ അവർ പറഞ്ഞത് ഡബിൾ ക്രീമാണെന്നാണ്. പിന്നെ വേറെ ആൾ ചോദിച്ചപ്പോൾ ഫ്രഷ് ക്രീം യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രഷ് ക്രീം മേടിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. ബാക്കി ഉണ്ടായ കഥ നെക്സ്റ്റ് വ്ളോഗിൽ ഞാൻ പറയാം എന്താ ഉണ്ടായതെന്നുള്ളത്. അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇനി വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ബർത്ത്ഡേ വ്ളോഗ് ഇനി ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പം അതിൽ പറയാം ഞാൻ എന്തൊക്കെ ഉണ്ടായെന്നുള്ളത്. അപ്പോൾ ഒന്നെന്താ ഡ്രസ്സ് വാങ്ങിക്കാൻ കഴിയലുണ്ടാവില്ല. ഡ്രസ്സ് ഇനി പിറ്റേ ദിവസം വാങ്ങിക്കേണ്ടി വരും. അപ്പം ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കൂടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ബർത്ത്ഡേ വ്ളോഗായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ ചാനൽ മറക്കാണ്ട് എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്കും കമൻറ്റും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.